വൈലത്തൂർ എഴുതിയ നോവലാണ് നിഴൽ മരം. ഫേബിയൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ ശ്യാമാണ്. ആദ്യകാല ആയുർവേദ ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് അബ്ദുൾ സത്താറാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ളത് ബഷീർ തിക്കോടിയാണ്. പുസ്തക പരിചയം നടത്തുന്നത് റസീന KP. ആശംസകൾ അറിയിക്കുന്ന ഷാജി ഹനീം, വെള്ളിയോട്, ഹമീദ് ചങ്ങരക്കുളം എന്നിവരാണ്. സത്താറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. റസീന ആദ്യം പുസ്തക പരിചയം നടത്തുന്നതല്ലേ? ഓക്കെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹം. നിഴൽ മരം എന്ന സത്താർ വൈലത്തൂരിൻ്റെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. വളരെ ചെറിയൊരു പുസ്തകമാണിത്. 54 പേജ് മാത്രമുള്ള, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഇതൊരു ഹൊറർ സാഹിത്യത്തിൽ പെടുന്നൊരു പുസ്തകമാണ്. അപ്പം ഹൊറർ സാഹിത്യം നമുക്കറിയാം, വളരെ പഴക്കമുള്ളൊരു ചരിത്രം തന്നെ അതിനുണ്ട്. അപ്പം ബ്രാം സ്റ്റോക്കർ, എഡ്ഗർ അലൻ പോ, മേരി ഷെല്ലി തുടങ്ങിയവരെല്ലാം ഈ ഒരു സാഹിത്യത്തിൽ എഴുതി വന്നിട്ടുള്ളതും ഒരുപാട് വായനക്കാരെ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളവരുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സർപ്പക നോവലായാലും ഈ കുറ്റാന്വേഷണ നോവൽ, ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യവികാരമായ ഭയത്തെ തൊട്ടുണർത്തിക്കൊണ്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ഭീതി, അതുപോലെ തന്നെ ഏകാന്തത, ഭ്രാന്ത്, ഇതിനെല്ലാം ഇങ്ങനെയുള്ള വികാരങ്ങളെയെല്ലാം വളരെയധികം ഉദ്ദീപിപ്പിച്ചുകൊണ്ട് നമ്മളിലൊരു ഭയം കലർത്തിക്കൊണ്ട് കടന്നു പോകുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നോവലുകളുടെയൊക്കെ പ്രത്യേകത. മലയാളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള നോവലുകൾ നമുക്കറിയാം. മലയാറ്റൂരിന്റെ യക്ഷിയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചവും എല്ലാം അതേ ജോണറിൽ എഴുതപ്പെട്ടിട്ടുള്ള കഥകളാണ്. പിന്നീട് നമ്മുടെ 80കളിലൊക്കെ ഉണ്ടായിരുന്ന കോട്ടയം പുഷ്പനാഥ്, വാറ്റൻ ബോസ് തുടങ്ങിയവരുടെ രചനകളെയൊക്കെ ഒരുപാട് വായനക്കാരെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അന്നത്തെ ജനപ്രിയ വാരികകളിലൂടെയൊക്കെ വന്നിട്ടുള്ള കഥകൾ മലയാളികളുടെ ഒരു വായനാശേഷിയെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതില് അതീന്ദ്രിയ ശക്തികളായ പ്രേതം, യക്ഷി, പിശാച് തുടങ്ങിയൊക്കെയാണ് പ്രധാനമായും ഇങ്ങനെയുള്ള കഥകളിലും അല്ലെങ്കിൽ നോവലുകളിലൊക്കെ നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നിഴൽ മരം എന്ന് പറയുന്ന ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു തലക്കെട്ടിലൊരു കൗതുകം തോന്നി. നിഴൽ, മരം എന്നീ 2 വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കായിട്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇരുട്ട്, രാത്രി, അതുപോലെ തന്നെ ഒറ്റപ്പെടുന്ന നമ്മുടെ രാത്രികളിൽ ഇരുട്ടിന്റെ നിശബ്ദത, ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും പല കഥകളിലും നമ്മളെ ഈ ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഈ നോവലിലും അങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തായ റിഹാനാണ്. അവൻ പറയുന്നുണ്ട് ഇതില് നിങ്ങൾ ഭയപ്പെട്ടോളൂ എന്ന് പറയേണ്ടതില്ല, ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം കൊണ്ടോ നമുക്കൊരു ഭീകരാന്തരീക്ഷം നോവലിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് തുടങ്ങുന്നത് തന്നെ ഒരു ചായക്കടക്കാരനായ സെയ്തുക്കയും അവരുടെ കൊച്ചുമകനായ അഷ്റഫും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. ഇതൊരു ഭീകരാന്തരീക്ഷത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പണ്ടാരം വളവന്ന ഈ ഒരു ജംഗ്ഷനിലൂടെയാണ്. ഇതാണ് ഈ ഒരു നോവലില് പലയിടത്തായിട്ട് കടന്നു വരുന്ന ഈ ഒരു ജംഗ്ഷനിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. അവിടെയുള്ള നിഗൂഢതകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതിൽ പലയിടത്തായിട്ട് പറയുന്ന ആൽമരത്തിന്റെ ഒടിഞ്ഞു വീണ ആൽമരത്തിന്റെ ചില്ലകളിലുള്ള ചോര നിറമുള്ള കണ്ണുകള്, അതുപോലെ പറക്കുന്ന മരം, ആകാശത്തിലേക്ക് പറക്കുന്ന മരം തുടങ്ങിയ ഒരുപാട് പ്രയോഗങ്ങൾ ഒരു ഭീതിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. ഒരു വലിയൊരു ആകാംക്ഷയോടുകൂടി ഒരു ഉത്കണ്ഠ ഇതിൽ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോവലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഒരു വരി നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അടുത്തതിലേക്ക് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഭീകരാന്തരീക്ഷം അനുഭവപ്പെടുമെങ്കിലും നമുക്കത് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുക എന്നുള്ളത് ഇങ്ങനെയുള്ള നോവലുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിൽ പിന്നെ പ്രധാനമായിട്ട് വരുന്നത് ചീഞ്ഞു നാറുന്ന ഒരു ജീവിയുടെ മണം. അത് ഈ നോവലിൽ ഉടനീളം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതിലൂടെയാണ് ഈ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലപ്പോഴായി പലർക്കും അനുഭവപ്പെടുന്ന ആ ഒരു മണം ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഭയത്തിന്റെ നിഴലുകള്, ആകാശത്തിലൂടെ പറക്കുന്ന മരങ്ങളെ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഈ ഒരു കഥയുടെ ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സൂചകങ്ങൾ തന്നെയാണ്.
പിന്നീട് വരുന്ന തുലിച്ചിപ്പാറ എന്നൊരു സ്ഥലമുണ്ട് അതിൽ അവിടെ ഒരു കേസന്വേഷണത്തിനായി വരുന്ന ശ്യാം എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. അതുപോലെ തന്നെ ഇയാൾ കേസന്വേഷണത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇയാൾ ആ സ്വപ്നത്തിൽ കണ്ട പല സ്ഥലങ്ങളും അവിടെ കാണുന്നതായിട്ടും അവിടെയുള്ള പല സംഭവങ്ങളും അതുപോലെ തന്നെ സ്വപ്നത്തിൽ കണ്ടിരുന്ന സംഭവങ്ങളൊക്കെ അതുപോലെ സംഭവിക്കുന്നതായിട്ടൊക്കെ വന്നുകൊണ്ടാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് വരുന്നൊരു കഥാപാത്രമുണ്ട് മൂസഹാജി. എനിക്ക് തോന്നുന്നു മൂസഹാജിയിലൂടെ ആയിരിക്കും ഈ കഥയുടെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരുന്നത്, ഇതിന്റെ രഹസ്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരുന്നത്. അയാൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പച്ച നിറമുള്ള തുണിയിൽ നിന്നും ഒരു താക്കോലെടുത്തിട്ട് അയാളുടെ നിഗൂഢമായ അതുവരെ തുറക്കാതിരുന്നൊരു അയാളുടെ ഉപ്പാപ്പ പറഞ്ഞു കൊടുത്തൊരു രഹസ്യം അതറിയാൻ വേണ്ടിയിട്ട് ആ ഒരു മുറി തുറക്കുന്നുണ്ട്. അവിടെയാണ് നിഴൽ മരം എന്ന് കാണുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളത്, ആ നിഴൽമരം എന്താണ് എന്ന് നോവലിൽ പറയുന്നില്ല. അത് തുടരും എന്ന് പറഞ്ഞ് അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിഴൽമരം എന്ന് പറയുന്നത് ഇതിലൊരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ട് തന്നെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നോവലുകളൊക്കെ എഴുതുന്ന സമയത്ത് എനിക്കൊന്ന് ഒരുപാട് എഫേർട്ട് ആവശ്യമുണ്ടെന്ന്. കാരണം കഥയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയൊക്കെ ആ ഒരു നിഗൂഢതകൾ, രഹസ്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം. അതുപോലെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സൂചകങ്ങളെ കൊണ്ടുവരാൻ കഴിയണം. പിന്നെ ആ ഒരു ചുറ്റുപാട് കൊണ്ട്, കഥാസന്ദർഭം കൊണ്ട് ആ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയണം. ഇതെല്ലാം ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. അതുപോലെ മിത്ത്, ആചാരങ്ങളെ, വിശ്വാസം, അന്ധവിശ്വാസം തുടങ്ങിയ പലതിലൂടെയും ഈ കഥ ഇങ്ങനെ വികസിച്ചു പോകുന്നു. ഇങ്ങനൊരു നമുക്ക് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉത്കണ്ഠ തോന്നുന്ന എന്തൊക്കെയോ ഇതിലുണ്ട് എന്ന് തന്നെ പറയാം. ബാക്കി കഥ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ വായനയെ നഷ്ടപ്പെടുത്തുന്നില്ല, വായിച്ചറിയേണ്ടതാണ്. ഇതിന്റെ അടുത്ത ഭാഗം എന്താണ് നിഴൽമരം എന്നുള്ളതിന്റെ കൂടുതൽ രഹസ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ പ്രതീക്ഷിക്കാം, അടുത്താനുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് ആശംസകൾ നേരുന്നു. നന്ദി റസീന. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ ശ്യാമാണ്. ഏറ്റുവാങ്ങുന്നത് അബ്ദുൽ സത്താർ. സത്താറിന്റെ കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിന് അതായത് വാണൂൺ മാവ് എന്ന പുസ്തക പ്രകാശനത്തിനും എന്നെ ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ അന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അതിന് കാരണം എനിക്ക് സാഹിത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വളരെ കുറച്ച് ബുക്കുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് തന്നെയും പ്രീ ഡിഗ്രി പഠനത്തിന് മുമ്പുള്ള ബുക്കുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതല്ലാതെ വായിച്ചിട്ടുള്ളത് ആയുർവേദ ബുക്കുകൾ മാത്രമാണ്. എന്നെ ഒരുപക്ഷെ ഇപ്പോൾ പോലും ചിലപ്പോൾ കഷായമോ കുഴമ്പോ ഒക്കെ മണക്കുന്നുണ്ടാവും. ഈ ഒരു കാരണം ക്ലിനിക്കിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. ഞാൻ ഈ ആയുർവേദവുമായിട്ട് കുറേ അധികം യാത്ര ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അവസരത്തിൽ ഞാൻ 2006 2007 ആണ് സൊമാലിയയുടെയും എത്യോപ്യയുടെയും എറിത്രിയയുടെയും ഒക്കെ ബോർഡറിംഗ് കൺട്രി ആയിട്ട് വരുന്ന ജിബൂട്ടി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എത്തിച്ചേർന്നത്. അത് എത്തിച്ചേർന്നപ്പോൾ അത് ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് അതർ സൈഡ് ഓഫ് ദ വേൾഡ്, ലൈക്ക് ആൻ ഏലിയൻ പ്ലേസ്. ഒരു മാർസിലോ മറ്റോ എത്തപ്പെട്ട ഒരു രീതി. അവിടെ എത്തിപ്പെട്ട് ആകെ അന്താളിച്ച് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഒരു നിറഞ്ഞ ചിരിയുമായിട്ട് സത്താറിനെ കണ്ടത്. അപ്പൊ മുഖം കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതി ഈ ജിബൂട്ടിക്കാരൻ തന്നെയാണെന്നാണ് കരുതിയത്. അപ്പൊ അതിനുശേഷം പരിചയപ്പെട്ടു. ഒരുപാട് ഈവനിങ്ങുകളിൽ നമ്മൾ ഒരുപാട് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പലപ്പോഴും അവിടെ പസ്ത മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ സത്താറിനെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സത്താർ ഒരു തൊട്ടടുത്ത് ഒരു അടുക്കള സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തരുമായിരുന്നു. അദ്ദേഹം ഒരു പാചക വിദഗ്ധൻ മാത്രമല്ല, ഒരു സാഹിത്യകാരനും കൂടിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിയുന്നത്. എനിക്ക് സത്താറിനെ പറ്റിയിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാറുണ്ട്. സത്താർ ഇതേപോലെ ഒരു വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു രാജ്യത്ത് പ്രവർത്തിച്ച ഒരാളാണ്. കെപ്പിൻസ്കിയുടെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ രാജ്യത്ത് ഒരു ജീവിക്കാൻ പോലും സാഹചര്യമില്ലാത്ത ഒരു രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട്. അതായത് ഒരു ആയുസ് എന്നുള്ള ഒരു നാക്കിലയില് ദൈവം വിളമ്പിത്തന്ന ഒരു സദ്യയാണ് ജീവിതം എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് ചിലപ്പോ അവിയലുണ്ടാവും, മിശ്രിത രൂപത്തിലുള്ള അവിയലുണ്ടാവും, നിർവികാരമായിട്ടുള്ള ചിലപ്പോൾ ഓലനുണ്ടാവും,
അല്ലെങ്കിൽ നല്ല സ്പൈസിയോട് കൂടിയിട്ടുള്ള അച്ചാറുണ്ടാവും, അല്ലെങ്കിൽ നല്ല കയ്പുള്ള പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ആസ്വദിക്കുമ്പോഴാണ് അതൊരു നല്ല സദ്യ ആവുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇത് കഴിഞ്ഞിട്ട് സത്താറെ കുറച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അൽഫത്തേക്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ജീവിതത്തിലെ ഈ പല അവസ്ഥകളെയും വളരെ ബാലൻസോടുകൂടി കണ്ടിട്ട് വളരെ ആസ്വദിച്ച് ജീവിതം അനുഭവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ സത്താറിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതില് ശ്യാം ഒരു പ്രധാന കഥാപാത്രമാണെന്ന് തോന്നുന്നു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനോ വായനക്കാരനോ അല്ല. എന്നാൽ പോലും ഈ ബുക്കിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അനിയനും അയൽവാസിയുമായ സത്താർ, എൻ്റെ പേര് സത്താർ തന്നെയാണ്. ചെറുപ്പകാലത്ത് ഒരുപാട് എന്താ പറയുക, ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതിയെന്നാണ്. പക്ഷെ ഇന്ന് ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾക്ക് ഈ ഷാർജ ബുക്ക് ഫെയറിൽ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. സാധാരണ രീതിയിൽ പണ്ടുകാലത്തൊക്കെ പലതും എഴുതുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും അത് പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകാശനം ചെയ്യാനോ ഒരു അവസരം കിട്ടുമായിരുന്നില്ല. ഇന്ന് എന്ത് കഴിവുണ്ടെങ്കിലും അതൊക്കെ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും ജീവിക്കും, മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ അവസരം കിട്ടുന്നുണ്ട്. പക്ഷേ പഴയ എഴുത്തുകാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഷാർജ ഇന്റർനാഷണൽ ഫെയർ. അതിൽ ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ സത്താറിന് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. നമ്മളെ അവതാരിക റെഹാൻ റഷീദ് പറഞ്ഞപ്പോഴാണ് ഇതിലെ ഒരു കഥാപാത്രം മൂസഹാജിയാണെന്ന് മനസ്സിലായത്. എൻ്റെ ഉപ്പാടെ പേര് മൂസഹാജിയാണ്. പുസ്തകം വായിച്ചു നോക്കട്ടെ, എൻ്റെ ഉപ്പാനെ കുറിച്ചാണോ എഴുതിയിട്ടുള്ളത് നോക്കി പറയാം. എന്തായാലും രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ ഇതുപോലെ പ്രകാശനം ചെയ്യാൻ സത്താർ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയക്കുറവ് കൊണ്ട് എൻ്റെ വാർത്ത ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായ ബഷീർ തുക്കോടി സംസാരിക്കും. ഞാൻ ഈ സത്താറിന്റെ പുസ്തകത്തിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ തിരുവനന്തപുരത്തോ അല്ല ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇപ്പോൾ ഉറക്കൊഴിഞ്ഞ് ഈ ഒരു ചടങ്ങിന് അദൃശ്യമായി അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ടാവും. സുഷീൽവാസും അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബവും സത്താറും. ഞങ്ങൾ ലിയോ ജെയിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജേട്ടൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും. സത്താറിന്റെ ആദ്യ പുസ്തകത്തിനും ജേട്ടന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജേട്ടനെ ഓർക്കുന്നു. ജീവിതം അങ്ങനെയാണ്, എവിടെയെങ്കിലൊക്കെ ചിതറിത്തെറിച്ചു പോകുന്ന ജീവിതങ്ങളുടെ, പക്ഷെ അപ്പോഴും ഒരു ആകാശത്തിന്റെ മേഘച്ചുവലുകളിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം അത് അവരുടെ ഹൃദയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് നല്ല മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ജേട്ടൻ ഓർക്കുന്നു, സുഷീൽവാസ് തൊട്ട് നിഴൽമരം സത്താറിന്റെ. സത്താർ ഒരു സാംസ്കാരിക ഭൂമുഖത്തെയും സംഘടനാ പാഠക രംഗത്തെയും ഒരു മൗന സാന്നിധ്യമാണ്. വലിയ വെപ്രാളങ്ങളില്ല, ബഹളാരവങ്ങളില്ല. എങ്കിലും ചെയ്യുന്ന ജോലിയോട് ഊർജം സംഭരിച്ചിട്ട് എപ്പോഴും ഉണർവോടെ പ്രവർത്തിക്കുകയും വിശ്വസ്തയോടെയും അതിലേറെ സുതാര്യതയോടെയും ആത്മബന്ധങ്ങളെ കഴുകി തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്ന ഒരു നന്മ സത്താറിലുണ്ട്. വി പി ശിവകുമാറിന്റെ ഒരു കഥയിൽ ഒരു വാക്കുണ്ട്. അത് ചങ്കുരുകിയ വെള്ളം എന്ന് വി പി ശിവകുമാർ കഥയിൽ പറയുന്നുണ്ട്. ചങ്കുരുകിയ വെള്ളം. യഥാർത്ഥത്തിൽ സത്താർ ഭയത്തെയാണ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു കാൽപ്പനികമായ സമസ്യയല്ല. മനുഷ്യരാശിയുടെ ആരംഭ ദിശ തൊട്ട് ഭയം അവന്റെ ഒരു നിഴൽ പോലെ തന്നെയില്ല. മരണം ആണ് നമ്മൾ പലപ്പോഴും സാന്നിധ്യം എന്ന് പറയാറ്, പക്ഷെ ഭയമാണ് അതിന് കാൽപ്പനികതയുടെ ഒക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ മിത്തോളജിയുടെ അപ്പുറത്ത് അതിനൊരു രാഷ്ട്രീയ മുഖം കൂടിയുണ്ട്. ഭയം അധികാരത്തിന്റെ ഏറ്റവും അടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും ഭീതീതമായ ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ടാർജനീവിന്റെ ഒരു ഓവർകോട്ടിൽ നിന്നാണ് നമ്മുടെ കഥയുടെ ആരംഭം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുക സാഹിത്യത്തെ പറ്റിയുള്ള ആദ്യ പാഠങ്ങൾ. അതേപോലെ തന്നെ ഈ നോവലിന്റെ ഒരു വിസ്തൃതി അല്ലെങ്കിൽ അതിന്റെ ഒരു വിശാലത എന്ന് പറയുന്നത് അത് എന്തും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ജീവിതത്തിന്റെ ഏത് അവസ്ഥകളെയും, ജീവിതത്തിന്റെ ഏത് പെരുക്കങ്ങളെയും, ഏത് ദുരന്തങ്ങളെയും,
ഏത് കാലാവസ്ഥയെയും നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ചെറു നോവലിലൂടെ സത്താർ അതീവ ദുഷ്കരമായ ഒരു കഥയാണ് പിന്നെ ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ചെറിയ പണിയല്ല, പ്രത്യേകിച്ച് ഒരു ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. സത്താറിന് ദീർഘായുസ്സ് ഉണ്ടാവട്ടെ, സ്നേഹം പറ്റാത്തൊരു ഹൃദയം എക്കാലത്ത് നിലനിർത്താനും എൻ്റെ ആത്മസുഹൃത്തിന് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇനി ആശംസ പറയുന്നത് അമിത് ചന്ദ്രകളാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. രാത്രിയുടെ നിശബ്ദത നിശ്ചലമായി നിലകൊള്ളുന്നു. പിന്നിൽ ആരോ ഉണ്ടെന്ന തോന്നലുകൾ, നാം അറിയാത്ത നമ്മുടെ ഉള്ളിലെ ഭയപ്പാടുകൾ. ആ ഭയത്തിന് ഒരു ദിവസം ജീവൻ വെച്ചാൽ ഭയത്തിന്റെയും അന്ധകാരത്തിന്റെയും കറുത്ത നിഴൽപ്പാടുകൾ ഭീതിയുടെ കൊടുമുടിയിൽ എത്തിക്കുന്ന നിമിഷങ്ങൾ. സമർപ്പണത്തിൽ സത്താർ പറയുന്ന വാക്കുകളാണ്. ഭയം മനുഷ്യരിൽ എപ്പോഴും ഉണ്ട്. പണ്ട് നമ്മൾ ഒടിയൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. വെളിച്ചം വരുന്നതോടുകൂടി ഒടിയന് നിക്കക്കള്ളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോ വെളിച്ചത്തെ നമ്മൾ അറിവായിട്ട് സങ്കല്പിച്ചാൽ മനുഷ്യ മനസ്സിലെ ഭയം നീങ്ങാൻ അറിവ് ഉണ്ടാവേണ്ടതുണ്ട്. ഈ പുസ്തകത്തിൽ 54 പേജേ ഉള്ളൂ. ആ ബുക്ക് സ്റ്റാളിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ഞാൻ വായിച്ചു തീർത്തു. വളരെ ലളിതമായി, എന്നാൽ ഓരോ പേജിലും മനുഷ്യരിൽ ഭയം ജനിപ്പിക്കാൻ പുസ്തകത്തിന് കഴിയുന്നുണ്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്, സമയക്കുറവ്. ഇതില് നല്ല പുസ്തകം, എല്ലാവരും നല്ല വാക്കുകളാണ് പറഞ്ഞത്. എനിക്കൊരു മൈനസ് കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ഇതിന്റെ എഡിറ്റിംഗ് ഒന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. അക്ഷരത്തെറ്റുകൾ ധാരാളം ഉണ്ട്. വാക്കുകൾ ഒന്നിച്ചെഴുന്നതിൽ ഇരട്ടിപ്പിക്കുന്നതിലൊക്കെ സൂക്ഷ്മത ഒന്നുകൂടി വേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓടിച്ചു വായിച്ചപ്പോൾ മനസ്സിലായത്. എന്നെ പിടിച്ചിരുത്താൻ ഈ പുസ്തകത്തിന് കഴിയുന്നുണ്ട്. 54 പേജിൽ ലഘു നോവൽ എന്ന് പറയാവുന്ന പുസ്തകത്തിന് ഉദ്യോഗം ജനിപ്പിക്കാൻ കഴിയുന്നുണ്ട്, ഭയം ജനിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് സത്താർ ഉദ്ദേശിച്ചിട്ടുള്ളതും. ഏതായാലും ധാരാളം വായിക്കപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആശംസകളും. നന്ദി ഹമീദ് പറഞ്ഞ അവസാനിപ്പിച്ചെടുത്ത് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു എഴുത്തുകാരനോട് ശ്രദ്ധിക്കണം, അവസാന നിമിഷമാണ് ഇത് പ്രസാധകന്റെ കയ്യിലേക്ക് എത്തിച്ചത്. അത് അദ്ദേഹം തന്നെ പറയും. ഇനി ആശംസ അറിയിക്കുന്നത് ഷാജി ഹനീഫ. എല്ലാവർക്കും സ്നേഹം. ഒരു കലാസൃഷ്ടിയിൽ ഏറ്റവും പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരാളെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക. അത് എളുപ്പമുള്ള പണിയല്ല. ഈ 54 പേജിൽ ആണ് സത്താർ ഇത് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നിയതൊരു സംഗതി, ഞാനൊരു വിമർശനാത്മകമായി പറയുകയല്ല, സത്താർ ധൃതി പിടിച്ചു എന്നുള്ളത് ഈ പുസ്തകത്തിൽ എനിക്കൊരു നിരാശ ജനിപ്പിക്കുന്നുണ്ട്. കാരണം ഒന്നാമത് ഈ പറഞ്ഞ അക്ഷരപിശക്, ഒരുപാട് സ്ഥലങ്ങൾ അക്ഷരപിശകുണ്ട്. പിന്നെ അതിലുള്ള സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ വാളുമാവ് കുറച്ച് മനോഹരമായ സാധനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഈ അപസർപ്പക കഥ എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മള് ഈ ചെറുപ്പത്തിലുള്ള വായന എന്ന് പറയുമ്പോൾ ഈ ബാലസാഹിത്യങ്ങൾ വായിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്ന എന്തിനൊക്കെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ പേടിക്കുന്നതിൽ കഥ പറയും എന്ന് എന്റെ മക്കൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം ഈ ഭയപ്പെടാനാണ്. ഈ കരയിപ്പിക്കാൻ എളുപ്പമാണ്, കരയിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഈ ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അത് വളരെ ഈ ഹാസ്യം പോലെ ചിരിപ്പിക്കാൻ പറ്റുന്ന പോലെ ആണ് ഈ പേടിപ്പിക്കാൻ. അപ്പൊ ഇതില് പിന്നെ ഈ ചില കഥാപാത്രങ്ങൾ ഈ ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷനിൽ ആ കാണുന്ന കഥാപാത്രം അവിടെ ഭയന്നു എന്നുള്ളത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ആ ഫ്രെയിമിൽ അത് നിർത്തിയാൽ തന്നെ ആ ഭയപ്പാട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു നനുത്ത സ്പർശം പോലെ. ഇപ്പം ഒരു സിനിമ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഈ അബിയുടെ മോന്റെ ഒരു സിനിമ, അബിയുടെ മോൻ രേവതിയുടെ അഭിനയിച്ചത് ഭൂതകാലം. എന്ത് മനോഹരമായിട്ടാന്ന് അറിയാം. അതിനകത്ത് ഒന്നുമില്ല, അത് പേടിപ്പിക്കുന്ന ഒരു ഫ്രെയിമില്ല, ഈ ചീർന്ന പത്രമൊന്നുമില്ല. ഒരു ചെറിയ നിശബ്ദമായിട്ട് ചില നിഴലനക്കങ്ങളാണ്. ഇതിന്റെ പേര് നിഴൽമരം എന്നാണ്. അത് മനോഹരമായി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഈ തുടരെന്ന് പറഞ്ഞിട്ട് ഈ 54 പേജ് തുടർന്ന് പറയാൻ പാടില്ല. അത് കുറച്ചും കൂടെ സാധനം ചേർത്തിട്ട് കുറച്ചും കൂടെ വലിയ പുസ്തകം പരിപൂർണമായിട്ടാവട്ടെ. മുസാജി അത് നിലവറയിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ കത്തുന്ന നിലവിളക്ക് കത്തുന്നതും ആ ഇതില് പെട്ടി അഴിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൊതിയും അത് ആകാംക്ഷഭരിതരാക്കിയിട്ട് പറ്റിയതാകുമ്പോൾ അടുത്ത ആഴ്ച നമുക്ക് സാധനം കിട്ടുകയും ഈ ഗണ്ടശ വരുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാരികൾക്ക് ഒരാഴ്ച കാത്തിരുന്നാൽ മതി. വെറുതെ മനുഷ്യന്റെ പ്രഷർ കയറ്റാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കൊല്ലത്ത് വായിക്കാൻ പറ്റുന്നത് ബാക്കി
ഇത് ചെയ്ത് വലിയ ക്രൂരതയ്ക്ക് പോയി വാരക്കാരോട്. എന്തായാലും പിന്നെ സത്താർ, 2 സത്താർമാരാണ്. മറ്റേ സത്താർ, ഈ സത്താർ കാരണം ആ സത്താർ വൈലത്ത് എന്നുള്ള പേര് മാറ്റി ആളാണ്. അപ്പൊ പിന്നെ തിക്കൊടി ആണ് ഇതിന് അധ്യക്ഷത വഹിച്ചത്. ഡോക്ടർ പ്രവീൺ, അമിക, റസീന, എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സത്താർ ഇതിന്റെ ബാക്കി ഭാഗം ഇതും കൂടെ ചേർത്തുകൊണ്ടായിരിക്കും ഇതിന്റെ ബാക്കി ഭാഗം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഇതിന്റെ പ്രസാദർക്കും എല്ലാവർക്കും സ്നേഹം, നന്ദി. നിഴൽ മരം ഫേബിയൻ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു പുസ്തകത്തെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാനുള്ളത് സത്താർ വൈലത്തൂരിനാണ്. അദ്ദേഹം സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എന്നെ അറിയുന്നവരും എന്നെ അറിയാത്തവരുമായിട്ടുള്ള എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വന്ന് ചേർന്നതിന് ആദ്യമായി അവരോട് നന്ദി പറയട്ടെ. സ്റ്റേജിലിരിക്കുന്ന എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഇഷ്ടകഥാപാത്രങ്ങളും അതിലുപരി ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി കാണുന്നവരും എൻ്റെ കൂടെ ഉണ്ട് എന്നതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. ബഷീർ കെയും പ്രവീൺ ചേട്ടനും പിന്നെ എൻ്റെ ഈ പുസ്തകം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഫസ്റ്റ് പുസ്തകം വാളൂർമാവ് എന്നുള്ള നോവലായിരുന്നു. അത് 2 കുട്ടികളുടെ കഥ പറയുന്ന വളരെ ഇമോഷണലായിട്ട് പോകുന്ന ഒരു നോവലായിരുന്നു. ഏകദേശം 182 പേജുകൾ അതിലുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ബുക്ക് ഇത്രയും കുറയാനൊക്കെ കാരണം വെച്ചാൽ ഇതിൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞൊരു ഫയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ലാസ്റ്റ് മൊമെന്റിൽ അത് മിസ്സായി. അതിൻ്റെ കോപ്പിയിലായിരുന്നു. പിന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് ഫേബിയൻ ഹരിയേട്ടനോടാണ്. എന്താ വെച്ചാൽ ഈ ബുക്കിൻ്റെ ലാസ്റ്റ് മിനിറ്റിലാണ് ഇതിൻ്റെ എല്ലാ എഡിറ്റിംഗ് കഴിഞ്ഞത്. അതുകൊണ്ടാണ് അതിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്സുകളും കാര്യങ്ങളൊക്കെ വരാൻ കാരണം. വേണ്ട ഇതിൽ ആ സമയത്ത് നോക്കാൻ കഴിയില്ലായിരുന്നു. അത് ഒന്നും കൂടി ശരിയാണ്, ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേജുകളുമാക്കി നമുക്ക് ഉഷാറാക്കി എടുക്കാമായിരുന്നു എന്നെനിക്കറിയാം. എങ്കിലും ഒരു എഴുത്തുകാരെ സംബന്ധിച്ച് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഒരു കഥ ഉണ്ടാവുന്നത്. അതിലുപരി ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു നോവൽ എഴുതി തീർക്കുക എന്നുള്ളത് ഒരു എഴുത്തുകാരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം സമൂഹത്തിലും നമ്മൾ ഒരുപാട് ബുക്കുകളെല്ലാം വായിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രേത നോവലുകളും എല്ലാം അതേപോലെ പടങ്ങളും മൂവികളും എല്ലാം നമ്മൾ നിറഞ്ഞു കണ്ടിട്ടുള്ളതാണ്. അതിലുപരി ഒരു പേടി ഉണ്ടാക്കുക എന്നുള്ളത്, നീ പേടിച്ചോ എന്ന് പറഞ്ഞാൽ ആരും പേടിക്കില്ല. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരം തന്നെയാണ്. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിലുപരി ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു രാത്രി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഏതൊരു കഥയും ജനിക്കുന്നത് ആ ഒരു എഴുത്തുകാരൻ ഒരു എഴുത്തിലൂടെ അതിനെ വിപുലീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ഡെപ്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്നുള്ള എന്തെങ്കിലും പാഠങ്ങൾ അതിലുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അതിനെ ഡെവലപ്മെന്റ് ചെയ്യുകയാണ് സാധാരണ എഴുത്തുകാർ ചെയ്യാറ്. ചിലർ അത് ഗവേഷണം ചെയ്ത് ഒന്നും കൂടി ഉന്നതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ചിലർക്ക് അത് എഴുതി തീർക്കാൻ വേണ്ടി എഴുതി തീർക്കും. എന്നെ സംബന്ധിച്ച് ഇതിലും എനിക്കൊരു അനുഭവമുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ ഈ നിഴൽമരം എന്ന ഈ നോവൽ എഴുതി തീർത്തത്. ഒരു രാത്രിയിൽ നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട്. അതേപോലെ ഒരു ഭീകര സ്വപ്നമാണ് ഞാനന്ന് കണ്ടത്. ഈ സ്വപ്നത്തിൽ നമുക്ക് ആർക്കും എഴുന്നിട്ട് ഓടാൻ പറ്റില്ലല്ലോ. അത് അനുഭവിക്കുക എന്നുള്ളതാണ് അവിടുത്തെ വികാരം. ഈ കഥാപാത്രം എന്നെ കൊല്ലും ചെയ്യില്ല, എന്നാൽ ജീവിക്കാൻ സമ്മതിക്കും ചെയ്യില്ല. അങ്ങനെ ഒരു വികാരമാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. എഴുന്നേറ്റ് ഓടാനും പറ്റില്ല, രക്ഷപ്പെടാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് അവസാനം ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വൈഫുണ്ട്. എന്താണ് പറ്റിയെന്ന് ചോദിച്ചു, വെള്ളം തന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു സ്ഥലത്ത് എത്തിപ്പെടുകയും ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അതേപോലെ പശ്ചാത്തലമുള്ള ഇതിൽ പറയുന്ന വീടും കിണറും ആ ഒരു പ്രദേശവും എല്ലാം സെയിമായി എനിക്ക് തോന്നുകയും ഞാൻ പിന്നെ അധികം അവിടെ നിന്നില്ല. എത്ര പെട്ടെന്ന് അവിടെ സ്കൂട്ടി വരുന്നത്. അങ്ങനൊരു അനുഭവം എൻ്റെ കയ്യിൽ എനിക്കുണ്ടായിരുന്നു. അതിനെ ഡെവലപ്മെന്റ് ചെയ്തിട്ടാണ് ഈ കഥ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു 2 ഭാഗമാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഭാഗം ഇതിൽ വരുന്ന ഈ ഫിക്ഷണൽ ക്യാരക്ടർ ഒരാളെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ ഒന്നും കൂടി ആഴത്തിലേക്ക് ഇറങ്ങി എഴുതി തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ ഏകദേശം ഒരുപാട് കഴിഞ്ഞതാണ്. എങ്കിലും സമയത്തിന്റെ ബുദ്ധിമുട്ട് കാരണം
ആണ് ഇത് രണ്ടാം ഭാഗത്തിലേക്ക് അടുത്തതിലേക്ക് മാറ്റിവെച്ചു. ഈ ലാസ്റ്റ് മൊമെന്റിൽ സാധനം എൻ്റെ നോവൽ ഫെബ്യൻ ഹരിയുടെ കയ്യിലെത്തുമ്പോഴും എനിക്ക് സംശയമുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ബുക്ക് ഫെയറിന് എൻ്റെ ബുക്ക് ഇവിടെ ഇറക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും അത് ദൈവം അത് ഭംഗിയായിട്ട് നമുക്ക് സാധിപ്പിച്ചു. അതിന് പല കാര്യങ്ങളും എൻ്റെ കൂടെ വന്നു. പ്രവീൺ ചേട്ടൻ, അതേപോലെ ഫെബിൻ ഹരിയുടെ അദ്ദേഹമൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് എൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അതിൻ്റെ പുസ്തകമാക്കി എൻ്റെ കൈകളിലേക്ക് എത്തിച്ചത്. പിന്നെ ഇന്നിവിടെ പുസ്തകപരിചയം നടത്തിയ റസീന ടീച്ചർ ഈ കഥയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു. അതിനായിലേക്ക് കടക്കുന്നില്ല. ഇനിയെല്ലാം നിങ്ങൾ ഇത് വായിച്ചു മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഒരു എഴുത്തുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സപ്പോർട്ട്. നിങ്ങളുടെ ഓരോ ആ വായനയും ഓരോ എഴുത്തുകാരും ഒരു മോട്ടിവേഷനാണ്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് ഡോക്ടർ ഷ്യാമിനെ കൊണ്ട് തന്നെ ഇത് പ്രകാശനം ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വർഷങ്ങൾ ഒരുപാട് അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്ന എനിക്ക് നല്ലൊരു അഡ്വൈസർ കൂടിയിട്ടാണ് ഡോക്ടർ ശ്യാം. അദ്ദേഹം ഇവിടുത്തെ ആദ്യകാല ആയുർവേദ ഡോക്ടർമാരിൽ ലൈസൻസി ആയിട്ടുള്ള ആദ്യകാല ഡോക്ടറിൽ ഒരാളാണ്. ആദ്യത്തേത് തന്നെ പറയാം, ഷംസ് ക്ലിനിക്സിന്റെ ഉടമയാണ്. പിന്നെ അതിലുപരി അതേപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വ്യക്തിത്വം ഇവിടെ ഉണ്ട്, അബ്ദുൽ സത്താർ. എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന എൻ്റെ അയൽവാസി, എൻ്റെ നാട്ടുകാരനായ അദ്ദേഹത്തിന് ആ ബുക്ക് സമർപ്പിച്ചത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. എൻ്റെ നാട്ടുകാരൻ തന്നെ ആ പുസ്തകം കൈമാറി ഒരുപാട് ഇഷ്ടങ്ങൾ കഥാപാത്രങ്ങളിലൂടെ എൻ്റെ എടുത്തുമായിട്ടിരിക്കുന്ന എൻ്റെ ഇഷ്ട ആളുകളിൽ നിന്ന് തന്നെ എനിക്ക് ആ കാര്യങ്ങൾ അറിയാൻ എന്നെ അഭിസംബോധിച്ചോട് വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എൻ്റെ വാക്കുകൾ ഒന്നുകൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചെറിയൊരു സങ്കടമുള്ളത് ആദ്യം തന്നെ ബഷീർഖാൻ സൂചിപ്പിച്ചു. KPK വേങ്ങര, അതേപോലെ ലിയോജ്, ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെന്നെ അതിന്റെ വിഷമം അറിയിച്ചു. അതിന്റെ വിഷമം എനിക്കുമുണ്ട്. അവരെന്തെങ്കിലും കോളേജിലേക്ക് എത്തുമായിരുന്നു. സുശീലേട്ടൻ്റെ അതിന് പകരമായി സുശീലിന് ഒരു ഉപഹാരം നൽകാൻ പറഞ്ഞിരുന്നു. ക്ഷമിക്കണം എന്നോട്, അതിപ്പോൾ നൽകുന്നതായിരുന്നു. അതേപോലെ അതെ.